ഇടുക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി കടയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പോലീസ്. നെടുങ്കണ്ടം സ്വദേശിയായ ഷാജിയാണ് പിടിയിലായത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അശോക ലോട്ടറി ഏജൻസിയിൽ നിന്നും 1 ലക്ഷം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും നഷ്ടപ്പെട്ടതായി കടയുടമ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത്. കൂട്ടാറ്റിലെ വീട്ടിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലാവുന്നത്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയിൽ ഉണ്ടായ മോഷണം ഏകദേശം 1 ലക്ഷത്തിനടുത്ത് രൂപയും 4 ലക്ഷത്തിന് അടുത്ത് ലോട്ടറിയും മോഷണം പോയിരുന്നു. അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ ഊർജിതമായിട്ട് തന്നെ ആ കേസ് അന്വേഷണം നടത്തി. ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ട് തന്നെ ആ കേസിലെ പ്രതിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടാർ സ്വദേശിയായ ഷാജിയാണ് പ്രതി. ഇയാൾക്ക് മുൻപ് നിരവധി മോഷണക്കേസിലെ പ്രതിയാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് ലോട്ടറിയും പണവും റിക്കവർ ചെയ്തിട്ടുണ്ട്. മോഷണത്തിന് ശേഷം ഷാജി കട്ടപ്പനയിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നെടുങ്കണ്ടത്തെത്തുകയും അവിടുന്ന് മറ്റൊരു ഓട്ടോയിൽ സ്വദേശമായ കൂട്ടാറ്റിലെ വീട്ടിലെത്തുകയുമായിരുന്നു. പ്രതിയെ മോഷണം നടന്ന ലോട്ടറി കടയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. നെടുങ്കണ്ടം, കട്ടപ്പന, തൊടുപുഴ തുടങ്ങി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയുടെ പേരിൽ മോഷണമടക്കമുള്ള കുറ്റത്തിന് കേസുള്ളതായും പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.